എല്ലാവർക്കും സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റാങ്കിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. രാജ്യത്തെ മികച്ച കോളേജുകളെയും സർവകലാശാലകളെയും കണ്ടെത്താനുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ ഓവറോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് IIT മദ്രാസ് ആണ്. രണ്ടാം സ്ഥാനം ലഭിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. മൂന്നാം സ്ഥാനം IIT ഡൽഹി. കേരള യൂണിവേഴ്സിറ്റിക്ക് 47-ാം സ്ഥാനമാണുള്ളത്. അപ്പം രാജ്യത്തെ മികച്ച കോളേജുകളെയും സർവകലാശാലകളെയും കണ്ടെത്താനുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ ഓവറോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് IIT മദ്രാസ് ആണ്. രണ്ടാം സ്ഥാനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. മൂന്നാം സ്ഥാനം IIT ഡൽഹി. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് 47-ാം സ്ഥാനമാണുള്ളത്. ഇനി സർവകലാശാലകൾ നോക്കാം. ഒന്നാം സ്ഥാനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. രണ്ടാം സ്ഥാനം JNU ഡൽഹി. കേരള യൂണിവേഴ്സിറ്റിക്ക് 24-ാം സ്ഥാനം. MG യൂണിവേഴ്സിറ്റിക്ക് 31, കുസാറ്റിന് 37-ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. 2023 വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട പട്ടിക പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടനാണ് ഷാരൂഖ് ഖാൻ. വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2023 ഒന്നാം സ്ഥാനം നേടിയത് സ്വീഡനാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചത് ഡെൻമാർക്ക്. മൂന്നാം സ്ഥാനം ലഭിച്ചത് നോർവേക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 67. 2023 വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട പട്ടിക പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടനാണ് ഷാരൂഖ് ഖാൻ. വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2023 ഒന്നാം സ്ഥാനം നേടിയത് സ്വീഡൻ. രണ്ടാം സ്ഥാനം ഡെൻമാർക്ക്. മൂന്നാം സ്ഥാനം നോർവേ. ഇന്ത്യക്ക് 67-ാം സ്ഥാനമാണുള്ളത്. ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് 2023 ഒന്നാം സ്ഥാനം നേടിയത് വിയന്നയാണ്. രണ്ടാം സ്ഥാനം നേടിയത് കോപ്പൻഹേഗൻ. മൂന്നാം സ്ഥാനം മെൽബൺ. ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് 2023 ഒന്നാം സ്ഥാനം നേടിയത് വിയന്ന. രണ്ടാം സ്ഥാനം നേടിയ നഗരം കോപ്പൻഹേഗൻ. മൂന്നാം സ്ഥാനം നേടിയത് മെൽബൺ. ആഗോള മത്സരക്ഷമതാ സൂചികയിൽ 2023 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്കാണ്. രണ്ടാം സ്ഥാനം അയർലൻഡ്. മൂന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. ഇന്ത്യക്ക് 40-ാം സ്ഥാനമാണുള്ളത്. ആഗോള മത്സരക്ഷമതാ സൂചികയിൽ 2023 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്ക്. രണ്ടാം സ്ഥാനം അയർലൻഡ്. മൂന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. ഇന്ത്യക്ക് 40-ാം സ്ഥാനം. ഗ്ലോബൽ മീഡിയ വാച്ച്ഡോഗ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് 2023 പുറത്തുവിട്ട ലോക മാധ്യമ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ്. രണ്ടാം സ്ഥാനം അയർലൻഡ്. മൂന്നാം സ്ഥാനം ഡെൻമാർക്ക്. ഇന്ത്യക്ക് 161-ാം സ്ഥാനമാണുള്ളത്. ചൈനയ്ക്ക് 179. ഏറ്റവും അവസാനമാണ് ഉത്തര കൊറിയ. ഗ്ലോബൽ മീഡിയ വാച്ച്ഡോഗ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് 2023 പുറത്തുവിട്ട ലോക മാധ്യമ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. രണ്ടാം സ്ഥാനം അയർലൻഡ്. മൂന്നാം സ്ഥാനം ഡെൻമാർക്ക്. ഇന്ത്യക്ക് 161-ാം സ്ഥാനം. ചൈനയ്ക്ക് 179. ഏറ്റവും അവസാനത്തിലുള്ളത് ഉത്തര കൊറിയയാണ്. 2023 ടൈം ഔട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച പൊതുഗതാഗത നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. മുംബൈക്ക് 19-ാം സ്ഥാനമാണുള്ളത്. ഒന്നാം സ്ഥാനം ബെർലിൻ. രണ്ടാം സ്ഥാനം പ്രാഗ്. മൂന്നാം സ്ഥാനം ടോക്കിയോ. 2023 ടൈം ഔട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച പൊതുഗതാഗത നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. 19-ാം സ്ഥാനമാണ് മുംബൈക്കുള്ളത്. ഒന്നാം സ്ഥാനം ബെർലിൻ. രണ്ടാം സ്ഥാനം പ്രാഗ്. മൂന്നാം സ്ഥാനം ടോക്കിയോ. 2023 ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം ന്യൂയോർക്ക്. രണ്ടാം സ്ഥാനം ടോക്കിയോ. മൂന്നാം സ്ഥാനം ദി ബേ ഏരിയ.
2023 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ജപ്പാൻ. ഇന്ത്യയുടെ സ്ഥാനം 82ആണ്. ഇപ്പോൾ 2023 ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം ന്യൂയോർക്ക്, 2-ാം സ്ഥാനം ടോക്കിയോ, 3-ാം സ്ഥാനം ദി ബേ ഏരിയ. 2023 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ജപ്പാൻ. ഇന്ത്യക്ക് 82-ാം സ്ഥാനമാണുള്ളത്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2023 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം അഫ്ഗാനിസ്ഥാൻ, 2-ാം സ്ഥാനം ബുർക്കിന ഫാസോ, 3-ാം സ്ഥാനം സോമാലിയ. പാകിസ്ഥാന് 6-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യക്ക് 13-ാം സ്ഥാനം. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ് ആണ്. ഇപ്പോൾ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2023 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം അഫ്ഗാനിസ്ഥാൻ, 2-ാം സ്ഥാനം ബുർക്കിന ഫാസോ, 3-ാം സ്ഥാനം സോമാലിയ. പാകിസ്ഥാന് 6-ാം സ്ഥാനം. ഇന്ത്യക്ക് 13-ാം സ്ഥാനം. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം 2023 സന്ദർശിക്കേണ്ട 52 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2023 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി നേടിയത് ചങ്കി വിമാനത്താവളം സിംഗപ്പൂരിലുള്ളതാണ്. അപ്പം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം 2023 സന്ദർശിക്കേണ്ട 52 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 2023 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി നേടിയത് ചങ്കി വിമാനത്താവളം. 2023 ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ പുറത്തിറക്കിയ ആഗോള പവർ സിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് ദുബായ്. 2023 ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡാണ് ആമസോൺ. 2023 ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ പുറത്തിറക്കിയ ആഗോള പവർ സിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് ദുബായ്. 2023 ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡാണ് ആമസോൺ. ലോകബാങ്ക് സർവേ പ്രകാരം ദക്ഷിണേഷ്യയിലെ ഏറ്റവും ദുർബല സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പം ലോകബാങ്ക് സർവേ പ്രകാരം ദക്ഷിണേഷ്യയിലെ ഏറ്റവും ദുർബല സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. സമ്പദ് വ്യവസ്ഥ ഒന്ന് കറക്റ്റായിട്ട് വായിക്കണം, അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ലോകബാങ്ക് സർവേ പ്രകാരം ദക്ഷിണേഷ്യയിലെ ഏറ്റവും ദുർബല സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. 2023 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്, 2-ാം സ്ഥാനം ഡെൻമാർക്ക്, 3-ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇപ്പോൾ 2023 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യമാണ് ഫിൻലാൻഡ്, 2-ാം സ്ഥാനം ഡെൻമാർക്ക്, 3-ാം സ്ഥാനം ഐസ്ലാൻഡ്. FATFന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 3-ാമത്തെ രാജ്യമാണ് മ്യാൻമർ. ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റ് രാജ്യങ്ങളാണ് നോർത്ത് കൊറിയയും ഇറാനും. അപ്പം FATFന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 3-ാമത്തെ രാജ്യം മ്യാൻമർ ആണ്. ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റ് രാജ്യങ്ങളാണ് നോർത്ത് കൊറിയ, ഇറാൻ. ഈ FATF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്. കള്ളപ്പണം വെളുപ്പിക്കൽ എന്നാണ് കറക്റ്റായിട്ടൊന്ന് വായിക്കുക. തീവ്രവാദത്തിന് ധനസഹായം നൽകൽ എന്നീ പ്രവർത്തനങ്ങളെ ചെറുത്തു നിർത്തുന്ന സ്ഥാപനമാണ് FATF എന്ന് പറഞ്ഞാൽ. ഇപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദത്തിന് ധനസഹായം നൽകൽ എന്നീ പ്രവർത്തനങ്ങളെയൊക്കെ ചെറുത്തു നിർത്തുന്നൊരു സ്ഥാപനമാണ് FATF എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പല PSCയിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. താങ്ക് യു.